എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 65-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 65. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈ കവചിഭിർ നിവൃത്തൈ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈ വിശാഖേന്ദ്രോപേന്ദ്രൈ ശശിവിശദ കർപ്പൂരശകല വിലീയന്തേ മാതസ്തവ വദന താംബൂല കബള. ഒന്നുകൂടെ പറയാം. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈ കവചഭി നിവൃത്തൈ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈ വിശാഖേന്ദ്രോപേന്ദ്രൈ വിശാഖ ഇന്ദ്ര ഉപേന്ദ്രൈ ശശി വിശദ കർപ്പൂര ശകല വിലീയന്തേ മാതാ തവ വദന താംബൂല കബള. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ദേവിയുടെ നാവിനെക്കുറിച്ചായിരുന്നു. ഇപ്പം ദേവി ചവയ്ക്കുന്ന താംബൂലത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. അല്ലയോ ലോകമാതാവേ, അല്ലയോ പാർവതീദേവി, ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച് മടങ്ങി വന്ന് ശിരോവേഷ്ടനങ്ങളെ അഴിച്ചുവെച്ച് കവചങ്ങളെ മാത്രം ധരിച്ച് നിന്തിരുവടിയുടെ വണങ്ങുന്നവരും ചണ്ഡൻ എന്ന പാർഷദൻ്റെ അവകാശമായ ശിവനിർമാല്യത്തിൽ വിമുഖന്മാരുമായ സുബ്രഹ്മണ്യനും ദേവേന്ദ്രനും മഹാവിഷ്ണുവും ചന്ദ്രനെ പോലെയുള്ള ശുഭ്രങ്ങളായ പച്ചക്കർപ്പൂര ഖണ്ഡങ്ങളോട് കൂടിയ താംബൂല കബളങ്ങളെ മുഴുവനും അലിയുന്നതുവരെ ചവച്ച് ഭക്ഷിക്കുന്നു. അപ്പം അല്ലയോ ലോകമാതാവ്, ഇവിടെ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ച് മടങ്ങി വന്നു. ആരൊക്കെ? സുബ്രഹ്മണ്യനും ദേവേന്ദ്രനും മഹാവിഷ്ണുവും ഒക്കെ. അപ്പോൾ അവർ ദേവാസുര യുദ്ധത്തിൽ വന്ന അസുരന്മാരെ ജയിച്ചു വന്ന അമ്മയോട് വിവരങ്ങൾ പറയാൻ വരിക. അപ്പോൾ എന്ത് ചെയ്തു? വന്നപ്പോൾ ശിരോവേഷ്ടനങ്ങളെ അഴിച്ചു വെച്ച് തലപ്പാവും തൊപ്പിയും ഒക്കെ അഴിച്ചു വെച്ച് അവർ ഈ എന്താ പറയുന്നത്, പടച്ചട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ തലയിലെ ആ ശിരസിൽ വെച്ച എന്താ പറയുന്നത് തൊപ്പിയും മറ്റു കാര്യങ്ങളുമൊക്കെ, തൊപ്പിയും തലക്കെട്ടുമൊക്കെ മാറ്റി വെച്ച്, അതാണല്ലോ നിയമം. തലയെല്ലാം വെച്ചുകൊണ്ട് വലിയ ക്യാമറായിട്ടല്ല നമ്മൾ വണങ്ങേണ്ടത്. അപ്പോൾ അമ്മയെ വണങ്ങാനായിട്ട് ഈ ശിരോകവചങ്ങളൊക്കെ മാറ്റി ശിരോവേഷണങ്ങൾ തലപ്പാവും തൊപ്പിയും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ആ കവചങ്ങളെ മാത്രം ധരിച്ച് നിന്തിരുവടിയെ വണങ്ങുന്നവർ, നിന്തിരുവടി വെച്ചാൽ ദേവിയെ വണങ്ങിയിട്ട് എന്താണ്, ദേവി ചണ്ഡൻ എന്ന പാർഷദൻ്റെ അവകാശമായ ശിവനിർമാല്യത്തിൽ വിമുഖന്മാരും എന്നുവെച്ചാൽ അവിടെ ശിവനിർമാല്യത്തിൽ, ശിവഭഗവാന്റെ നിർമാല്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കഴിച്ചിട്ട് വെക്കുന്നതിനെയാണല്ലോ നമ്മൾ നിർമാല്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം എല്ലാ ദേവീദേവന്മാർക്കും എന്താ പറയുന്നത്, ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ അത് കഴിച്ചതിന് ശേഷം പ്രസാദമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ ശിവനിർമാല്യത്തിന് അവകാശപ്പെട്ടതാരാണ്? ചണ്ഡൻ എന്ന പാർഷദനാണ്. അപ്പം അവർ യുദ്ധം ജയിച്ച് വന്ന് അച്ഛൻ്റെ അടുത്തേക്കല്ല പോയത്, അമ്മയുടെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ അമ്മ അവിടെ എന്ത് ചെയ്താണ്? താംബൂലം ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ അവർ ജയിച്ച് വന്ന സന്തോഷം അറിയിച്ച ഉടനെ എന്താണ്, തൻ്റെ വായിൽ കിടന്ന താംബൂലമാണ് അവർക്ക് കൊടുത്തത്. താംബൂല കബളങ്ങളാണ് കൊടുത്തത്. അതും പച്ചക്കർപ്പൂരത്തോട് കൂടിയത്, പച്ചക്കർപ്പൂരമുള്ള. അപ്പം ആർക്കൊക്കെയാണ് കൊടുത്തത്? സുബ്രഹ്മണ്യനും ദേവേന്ദ്രനും മഹാവിഷ്ണുവിനും. അത് ചന്ദ്രനെ പോലെ ശുഭ്രങ്ങളായ പച്ചക്കർപ്പൂര ഖണ്ഡങ്ങളോട് കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല തൂവെള്ള നിറമുള്ള പച്ചക്കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടാണ് ദേവി ഈ താംബൂലം ചവയ്ക്കുന്നത്. അപ്പം ദേവി സന്തോഷത്തോടു കൂടി അവരെ താംബൂല കബളങ്ങളെ കൊടുത്തു. അവരത് താംബൂല കബളങ്ങളെ മുഴുവനും അലിയുന്നത് വരെ ചവച്ച് ഭക്ഷിക്കുന്നു. അപ്പം ദേവി കൊടുത്ത ആ താംബൂലം അവർ ദേവി ഒന്ന് ചവച്ച് കൊടുക്കുക. ദേവി ഒന്ന് ചവച്ച് എല്ലാം താംബൂലം ഒന്ന് ചവച്ചിട്ട് അത് ഇവർക്ക് കൊടുക്കുകയാണ്. ഇവരത് വളരെ സന്തോഷത്തോടെ അമ്മ തന്ന പ്രസാദമായിട്ട്, ആ യുദ്ധം ജയിച്ചു വന്ന സന്തോഷത്തിൽ അമ്മ തന്ന ആ പ്രസാദത്തെ, അമ്മയുടെ പ്രസാദം സ്വീകരിച്ച്
അത് ആ താമ്പൂല കബളങ്ങൾ മുഴുവൻ അലിയുന്നത് വരെ ചവച്ച് ഭക്ഷിക്കുന്നു. അല്ലയോ ദേവി, നിൻ തിരുവടിയുടെ സേവകന്മാരായ സുബ്രഹ്മണ്യാദികൾ അവിടുത്തെ കരുണ നിമിത്തം യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചു വന്ന് തലക്കെട്ട്, തൊപ്പി മുതലായവയെടുത്ത് വന്ദിക്കണമെന്ന മര്യാദ അനുസരിച്ച് അവയെ എടുത്തു വച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് ഇനിയിപ്പം പടച്ചട്ടയൊന്നും അഴിച്ചു വെക്കാൻ സമയമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അമ്മയുടെ അനുഗ്രഹം വേണം, അമ്മയുടെ സന്തോഷം അറിയിക്കണം. അങ്ങനെ പടച്ചട്ടകളോടുകൂടി വണങ്ങുമ്പോൾ പ്രസന്നയായ നിന്തിരുപടി, പ്രസന്നയായ സന്തോഷവതിയായ ദേവി താമ്പൂല കബളങ്ങളെ സമ്മാനിക്കുന്നു. അവർക്ക് നിന്തിരുവഴിയുടെ ഭുക്താവിശിഷ്ടം എന്ന് വെച്ചാൽ കഴിച്ചതിൻ്റെ അവശിഷ്ടം ആയ ഈ താമ്പൂല കബളം ഒരു മഹാ അനുഗ്രഹമാകുന്നു. അപ്പോൾ ദേവീ പ്രസാദത്താലാണല്ലോ അവർ യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചത്. അപ്പം ആ അസുരന്മാരെ ജയിച്ചു വന്നപ്പോൾ അവർക്ക് ദേവിയുടെ ആ ഭുക്താവിശിഷ്ടമാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് സമ്മാനിക്കുകയാണ് ആ താമ്പൂല കബളം. അപ്പോൾ ചണ്ഡന് അവകാശപ്പെട്ട ചണ്ഡൻ എന്ന പാർഷദൻ്റെ അവകാശമാണ് ശിവഭഗവാന്റെ ശിവനിർമാല്യം കഴിക്കാനുള്ള അവകാശം ആർക്കാണ്? ചണ്ഡൻ എന്ന പാർഷദന്. അപ്പം ചണ്ഡൻ അവകാശപ്പെട്ട ശിവോച്ഛിഷ്ട താമ്പൂല കബളാദികളെ ഇവർ ആഗ്രഹിക്കുന്നില്ല. അപ്പം സുബ്രഹ്മണ്യൻ ദേവസേനാ നായകനാകുന്നു. അപ്പം സുബ്രഹ്മണ്യൻ അമ്മയുടെ ആ താമ്പൂല കബളങ്ങളെയാണ് ദേവി അനുഗ്രഹിച്ച് കൊടുത്തത്. അപ്പോൾ അപ്പോൾ ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ ജയിച്ചു വന്ന സുബ്രഹ്മണ്യനും ഇന്ദ്രനും മഹാവിഷ്ണുവും ഒക്കെ ആ ദേവിയുടെ അടുത്ത് വന്ന് തങ്ങളുടെ വിജയം അറിയിക്കുന്നു. അങ്ങനെ ദേവി എന്തോ കൊടുത്തു? ദേവി തൻ്റെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന താമ്പൂല കബളങ്ങളെ അവർക്ക് കൊടുക്കുന്നു. അത് അവർ പ്രസാദമായി സ്വീകരിച്ച് അത് മുഴുവൻ അലിയുന്നത് വരെ ചവച്ച് ഭക്ഷിക്കുന്നു. രണേ ജിത്വാ ദൈത്യാൻ അപഹൃത ശിരസ്ത്രൈ കവചിഭിർ നിവർത്തൈ ചണ്ഡാംശ ത്രിപുരഹര നിർമാല്യ വിമുഖൈ വിശാഖേന്ദ്രോപേന്ദ്രൈ ശശിവിശദകർപ്പൂര ശകല വിലീയന്തേ മാതസ്തവ വദന താമ്പൂല കബള. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.